ഏലപ്പാറ പഞ്ചായത്ത് വക ശുചിമുറിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നതായി പരാതി. ബസ് സ്റ്റാൻഡിന് പിറകിലെ പൊതു ശുചിമുറിയുടെ ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതായി സമീപവാസികൾ പരാതി ഉന്നയിക്കുന്നത്. ഈ മലിനജലം മഴവെള്ളത്തോടൊപ്പം ഒഴുകി റോഡിലേക്ക് ഉൾപ്പെടെ എത്തുന്നുണ്ടെന്നും ഇത് സാംക്രമിക രോഗഭീഷണി ഉണ്ടാക്കുന്നതായും ആളുകൾ പറയുന്നു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വക പൊതുശുചിമുറി ഏലപ്പാറ ബസ് സ്റ്റാൻഡിന് പിറകുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന പരാതി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ശുചിമുറിയുടെ ടാങ്ക് നിറഞ്ഞ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുണ്ട്. ഈ വെള്ളം ഒഴുകി ഈ ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇതുകൂടാതെ മലിനജലം മഴവെള്ളത്തോടൊപ്പം ഒഴുകി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും എത്തുന്നതായി ആളുകൾ പറയുന്നു. ബാത്റൂം നിറഞ്ഞിട്ട് 4 ദിവസം നിറഞ്ഞു ഒഴുകുക റോട്ടിൽ കൂടെ. 4 ദിവസമായിട്ട് കയറി ഇറങ്ങി പഞ്ചായത്തിൽ പറയുന്നുണ്ട്, ഒരു നടപടിക്കും എടുക്കുന്നില്ല. ആൾക്കാരാണെങ്കിൽ വന്നിട്ട് ഭയങ്കര ബഹളവും ശല്യം. ഓടയ്ക്കകത്ത് കൂടെ എല്ലാം മൂത്രം ഒഴിച്ച് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുക. ഇവിടെ പുറകിലാണ് മണ്ണിടിഞ്ഞ് മൊത്തം കിടക്കുക. പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നില്ല ഈ പഞ്ചായത്ത്. അതിനൊരു തീരുമാനം ഉണ്ടാകണം. വലിയ ദുർഗന്ധമാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നും പറയുന്നു. സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നിലവിൽ ശക്തമായിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.